എഫേസ്യർ 2:10 നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. എഫേസ്യർ 5:15 ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുകയും ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുകയും ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നത് എന്ന് ഗ്രഹിച്ചു കൊള്ളുകയും. എഫേസ്യർ 2:10 പറയുന്നത് നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ജ്ഞാനത്തോടുകൂടിയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടുകൂടിയും ജീവിക്കാനാണ് പൗലോസ് പറയുന്നത്. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ആയുസ് വെറുതെ ജീവിച്ച് തീർക്കാതെ ഈ ലോകത്തിൻ്റെ വഴികളിൽ കൂടി പോകാതെയും കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ജീവിത വിവേകത്തോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ദൈവമക്കൾ. ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറിയാൽ 80. അതാണ് ഇന്നത്തെ അവസ്ഥ. ഈ ചുരുങ്ങിയ കാലയളവിൽ ദൈവം നമുക്ക് നൽകിയ ഈ കൊച്ചു ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും അതിൻ്റെ നടുവിലും കർത്താവിൻ്റെ ഇഷ്ടാനുസരിച്ച് ജീവിക്കുന്നതിലാണ് പ്രാധാന്യം. ജ്ഞാനത്തോടെ നടക്കാനും ദൈവം നമുക്ക് നൽകിയ ആയുസ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഓരോ നിമിഷവും ദൈവഹിത പ്രകാരം ജീവിക്കാനും നമുക്ക് കഴിയണം. അനേകം വെല്ലുവിളികളുള്ള ഈ ലോകത്തിൽ കർത്താവിനെ നോക്കി ജീവിക്കുവാൻ, ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ജ്ഞാനികളായിട്ട് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവവചനപ്രകാരം പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ദൈവിക പ്രമാണമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഒരു ദൈവ പൈതലിനുണ്ടാകുന്നത്. ഒരുവൻ്റെ ജ്ഞാനപൂർണമായ ജീവിതമാണ് അവനെ എപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്. തിന്മയെ വെറുത്ത് ദൈവഹിത പ്രകാരം വിശ്വസ്തയോടെ ദൈവത്തെ പിൻപറ്റി കർത്താവിൻ്റെ ഇഷ്ടം ഇന്നത് എന്ന് ഗ്രഹിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അജ്ഞാനികളായിട്ടല്ല, സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, പകരം ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കുവാൻ, ഓരോ നിമിഷവും നമ്മിലുള്ള ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാനും നമുക്ക് കഴിയണം. എഫേസ്യർ 5:15 ഇങ്ങനെ പറയുന്നു, ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുകയും ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുകയും ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുകയും. കർത്താവിൻ്റെ വരവ് വളരെയധികം അടുത്തു വന്നിരിക്കുന്നതിനാൽ ദൈവഹിത പ്രകാരം സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയണം.